കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേന് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് ഫുള്ള് നഗ്നനായിട്ട് തെണ്ടുവാ കുടിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങളെ വളർത്തിയത്. ഉറപ്പായിട്ടും അമ്മ നമ്മളായിട്ട് ഉദാഹരണം സുജാത എന്ന് പറഞ്ഞ സിനിമയില് അതില് സുജാത തന്നെയായിരുന്നു എൻ്റെ അമ്മ. കാരണം ഇഷ്ടം പോലെ വീട്ടുകളിൽ അമ്മ വർക്കിന് പോയിട്ടുണ്ട്. ഒരു ദിവസം അമ്മ എത്ര വീട്ടിൽ പോകാൻ പറ്റും അത്രയും വീട്ടിൽ പോവായിരുന്നു. എന്നിട്ട് അച്ഛൻ കാരണം അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അമ്മ ജോലിയുടെ വീട്ടിൽ ഞാൻ എപ്പോഴും അമ്മേൻ്റെ കൂടെ ഇങ്ങനെ പോകും, അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം അമ്മയ്ക്കും വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു, കെയർ ചെയ്യാനൊന്നും പറ്റാണ്ട്. അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ ചേട്ടനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അമ്മ 6 മണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആ വീട്ടിലിങ്ങനെ പോയി വർക്ക് കഴിഞ്ഞിട്ട് ഒരുങ്ങി ഇങ്ങനെ റെഡി ആയിരിക്കാം. അവിടെ തന്നെ ഒരാള്, ആ ആള് വന്നിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കും, നീ എൻ്റെ തന്തേനെ പോലെ തന്നെ ആവുള്ളൂ, നീ എൻ്റെ അമ്മേനെ പോലെ തന്നെ ആവുള്ളൂ, നീ ഒന്നും എവിടെ എത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കുമായിരുന്നു. ഇവർ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേന് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് ഫുള്ള് നഗ്നനായിട്ട് തെണ്ടുവാ കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ഒരു കാഴ്ച ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വരെ കരഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ. നോക്കുമ്പോഴത്തേന് ആളിങ്ങനെ തെണ്ടുക. അപ്പൊ ഇവര് കണ്ടിട്ട് ഇവര് ഭയങ്കരമായിട്ട് ചിരിക്കുക, അയ്യതേ നിന്റെ തന്തനെ കണ്ടില്ല എന്നിട്ട് എന്നെ കളിയാക്കി. ഞാൻ കുഞ്ഞാ, ആലോചിച്ച് നോക്കണം അവർക്ക് എന്തുമാത്രം ബുദ്ധി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. എന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അച്ഛനിങ്ങനെ എന്നിട്ട് ഇവര് ഡെയിലി വരുമ്പോ ഇവരിത് പറഞ്ഞ് കളിയാക്കണ്ടേ, ഇന്നലെ കണ്ടില്ല നിന്റെ അച്ഛന്റെ കോലം, നിന്റെ അച്ഛൻ അങ്ങനെ ആവും, നിന്നെ ഇനി ഇതുപോലെ നാട്ടുകാരിട്ട് ഇങ്ങനെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കുറെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അന്ന് ഞാൻ കുഞ്ഞായിരുന്ന ഒരു കാര്യം അവര് പറഞ്ഞു ഇപ്പോഴും എന്റെ മൈൻഡിൽ അതിപ്പോ സ്ട്രൈക്കായി ഇങ്ങനെ കിടക്കും. കുഞ്ഞു മനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയ ഒരു വിഷമോ അല്ലേ.